കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ശ്രീനാരായണപുരം പള്ളിനടയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയ്ക്ക് ലഭിച്ച വികസനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പ്രവൃത്തിയാണ് കയ്പമംഗലം സിവിൽ സ്റ്റേഷൻ എന്ന് മന്ത്രി പറഞ്ഞു. നവകേരളത്തിലേക്ക് അതിദരിദ്രരില്ലാത്ത വിധത്തിൽ മാത്രമല്ല നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ യോഗത്തിൽ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ 62 ലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർ, കൂട്ടിമുട്ടാൻ ജീവിതത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ കാത്തിരിക്കുന്ന ആ 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് സഹകരണ സംഘ ജീവനക്കാരിലൂടെ ഈ നവംബർ മാസം മുതൽ സർക്കാർ കൊടുക്കുന്ന സംഖ്യ 2000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നവകേരളത്തിലേക്ക് കേരളത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്. നാളത്തെ പ്രതീക്ഷകളാണ് അവര്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ അവരുടെ എല്ലാ വിധത്തിലുള്ള സ്കിൽ പരിപാടികളും ITA, പോളി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി, ഒരു പ്രൊഫഷണൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്കൂലിക്ക് പണം കൊടുക്കാൻ പറ്റാതെ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനമ്മമാരെ പെടുന്ന പടപ്പാട് ചെറുതല്ല. ഒരു പരീക്ഷ എഴുതാൻ പോലും കുട്ടിക്ക് പണം കൊടുക്കാൻ പറ്റാതെ മാസം 1000 രൂപ അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുത്താണ് ഈ നവകേരളത്തെ കേരളം സ്വീകരിക്കാൻ പോകുന്നത്. ഞാനെല്ലാം പറയുകയല്ല. ഈ നവകേരളത്തിൽ കുടുംബശ്രീയോടൊപ്പമാണ് കേരളത്തിന്റെ യാത്ര. എപ്പോഴും കുടുംബശ്രീയാണ് നമ്മുടെ കൂട്ടത്തിൽ. നവകേരളത്തിലും കുടുംബശ്രീ. ADSകൾക്ക് 1000 രൂപ ഒരു മാസം അനുവദിക്കുക എന്ന ചർച്ച ഇന്നലെ ക്യാബിനറ്റ് വന്നപ്പോൾ, ക്യാബിനറ്റിന്റെ രഹസ്യം അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ആളുകൾക്കൊക്കെ സംശയമായി, മന്ത്രിസഭയിലെ ആളുകൾക്ക് ഇത് CDSഉം ADSഉം തെറ്റിയതാണോ? CDS പഞ്ചായത്തിലാണ്, ADS ആകുമ്പോ വാർഡാകും. ADS ആകുമ്പോ വാർഡാകും. തെറ്റിയതാണോ? പലതവണ അന്വേഷിച്ചു, ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഗവൺമെന്റിന് ഇന്നേ വരെ പറഞ്ഞതിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല, ഇനി തെറ്റാനും പോകുന്നില്ല. കാരണം കേരളത്തിൽ 20,000 ADSകൾക്ക് മാസം 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 2 കോടി രൂപ ചെലവ് വരും. 12 മാസം കൂടിയാൽ അത് 24 കോടി വരും. ആ 24 കോടിയും ഇന്നലെ ക്യാബിനറ്റിൽ മാറ്റിവെച്ചുകൊണ്ടാണ് ADSന് 1000 രൂപ എന്ന പ്രഖ്യാപനത്തിലേക്ക് കേരളം പോയത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 3 കോടി രൂപയും ബജറ്റിലെ പ്ലാൻ ഫണ്ടിൽ നിന്നുമുള്ള 5 കോടി രൂപയും ചിലവഴിച്ചാണ് 5 നില കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, തഹസിൽദാർ M ശ്രീനിവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പൊന്നാംപടിക്കൽ ഇബ്രാഹിം ഹാജി ഭാര്യ ഹാജറയെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ 517 വീടുകളുടെ പ്രഖ്യാപനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.